ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. ആളുകളെ ശപിക്കുക എന്നതൊരു പ്രൊഫഷനായിട്ട് എടുത്ത ആളാണ് ബലയാം. അതുകൊണ്ടാണല്ലോ കാശ് തന്നാൽ ഞാൻ വന്ന് ശപിക്കാം എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ നമ്മളും ഇത്തരക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഒരുപക്ഷെ പരിചയം ഉണ്ടായിരിക്കും. അതെന്താണെന്നല്ലേ, നമ്മുടെ നാട്ടിലുമുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ. അവർ മന്ത്രവാദം ചെയ്യും, തകിട് കുഴിച്ചിടും, ഊതിക്കെട്ടും. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, എവിടെയെങ്കിലും ഒരാൾ വേറൊരാൾക്ക് നന്മ വരാനായി ഒരു തകിട് കുഴിച്ചിട്ടതായിട്ട് കേട്ടിട്ടുണ്ടോ? വേറൊരാൾക്ക് നല്ല ആരോഗ്യമുണ്ടാകാൻ വേണ്ടി മന്ത്രവാദം ചെയ്തതായി കേട്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാ മന്ത്രവാദങ്ങളും, എല്ലാ ക്ഷുദ്രപ്രയോഗങ്ങളും, എല്ലാ കൂടോത്രവും, എല്ലാ തകിടും വേറൊരാൾക്ക് ശാപമുണ്ടാകാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇത് പൈശാചികമാണ്. പിശാചാണ് നുണയനും കൊലപാതകനും ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നയാൾ. ദൈവം എല്ലാവിധ നന്മകളുടെയും ഉറവിടമാണ്. ബലയാം പണം വാങ്ങി ആളുകളെ ശപിക്കുന്നവനാണ്. ബാലാക്ക് ബലയാമിനെ വിളിച്ചു, ഇസ്രായേൽ മക്കളെ മലയുടെ മുകളിൽ നിന്ന് കാണിച്ചു, അവരോട് ശാപവാക്കുകൾ പറയാൻ പറഞ്ഞു. പക്ഷേ ദൈവം അതിന് സമ്മതിച്ചില്ല. ദൈവം അവന് അനുഗ്രഹത്തിൻ്റെ വാക്കുകളെ നൽകി. ഇത് കേട്ടപ്പോൾ ബാലാക്ക് കോപിച്ചു. ഇപ്പോൾ ബാലാക്ക് വേറൊരു ഉപായം പ്രയോഗിക്കുന്നു. നീ വേറൊരു സ്ഥലത്ത് നിന്ന് നോക്ക്. നീ ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് നോക്കിയിട്ട് അവരെ ശരിക്കും കണ്ടില്ല. അതുകൊണ്ട് സ്ഥലം മാറി നിന്ന് പിസ്ക കൊടുമുടിയിൽ സോഫീം എന്ന മുഗൾ പരപ്പിലേക്ക് അവനെ കൊണ്ടുപോയി അവിടെ നിന്ന് നോക്കി ശപിക്കുക. ഇവിടെയാണ് ബലയാമിൻ്റെ രണ്ടാമത്തെ ശാപം അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രവചന വാക്കുകൾ വരുന്നത്. അത് 18-ാം വാക്യം തൊട്ട് നമുക്ക് കാണാം, 23:18 മുതൽ. അവിടെ ബലയാം ഇങ്ങനെയാണ് പറയുന്നത്. ഇവിടുത്തെ പ്രവചനം പറയുന്നതിന് മുമ്പും 7 യാഗപീഠം പണിത് 7 യാഗങ്ങളൊക്കെ കഴിച്ചതാണ്. എന്നിട്ടാണ് ഇത് പറയുന്നത്. ബാലാക്ക് എഴുന്നേറ്റ് കേൾക്കുക, സിപ്പോറിൻ്റെ പുത്ര നിനക്ക് എനിക്ക് ചെവി തരിക. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്ത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, ഞാൻ അനുഗ്രഹിച്ചിരിക്കും. എനിക്ക് അത് മറിച്ചുകൂടാ. യാക്കോബിൽ തിന്മ കാണാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവൻ്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യയുണ്ട്. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ. ഇതാ ജനം സിംഹിയെപ്പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെപ്പോലെ തെളിഞ്ഞു നിൽക്കുന്നു. അവൻ ഇര പിടിച്ച് തിന്നാതെയും നിഹിതന്മാരുടെ രക്തം കുടിക്കാതെയും കിടക്കുകയില്ല. ബാലാക്കിനോടാണ് ഇപ്പോൾ ബലയാം സംസാരിക്കുന്നത്. ഇസ്രയേലിനെ ശപിക്കാൻ വന്ന ബലയാം കാശ് തന്ന ബാലാക്കിനോട് പറയുന്നു, നീ കേൾക്ക, വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ദൈവം നുണ പറയുമോ? ദൈവം നുണ പറയില്ല. പക്ഷേ ഇവിടെ പറയുന്നത് ദൈവം നുണ പറയുന്ന കാര്യമല്ല. താഴോട്ട് വായിച്ചാൽ മനസ്സിലാകും. താൻ കൽപ്പിച്ചതുപോലെ ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അതാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ദൈവം അബ്രഹാമിനെ അനുസരിച്ചു, ഇസ്ഹാക്കിനെ യാക്കോബിനെ അനുഗ്രഹിച്ചു, അവൻ്റെ 12 മക്കളെ അനുഗ്രഹിച്ചു, ഇസ്രായേൽ ജനത്തെ മുഴുവൻ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവം ഒരു മനുഷ്യനല്ല, ഞാൻ ഇന്നാൾ അനുഗ്രഹിച്ചു, ഇനിയും നിൻ്റെ അനുഗ്രഹം ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറയാൻ. അതാണ് ബലയാം ഇവിടെ പറയുന്നത്. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യപുത്രനല്ല. താൻ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഗ്രഹിച്ചത് തന്നെയാണ്. ഞാനിവിടെ നിന്ന് 7-8 യാഗം കഴിച്ചിട്ടോ പല മലകളുടെ മുകളിൽ കയറി നിന്ന് നോക്കി, ഇവിടെ നിന്ന് നോക്കി, അവിടെ നിന്ന് നോക്കി, എവിടെ നിന്നാണ് കണ്ണുദോഷമുള്ളത് നോക്കി, ഒരു കാര്യവുമില്ല. ദൈവം മനുഷ്യനല്ല, വ്യാജം പറവാൻ മനുഷ്യപുത്രനല്ല.
ദൈവം അനുഗ്രഹിച്ചത് അത് അനുഗ്രഹിച്ചത് തന്നെയാണ്. ഇവരെ അനുഗ്രഹിക്കാൻ എനിക്ക് പിന്നെ കൽപ്പന തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം ഇവരെ ശപിക്കാൻ ഒരു കൽപ്പന തരുമെന്ന് ബാലാക്ക് നീ വിചാരിക്കുകയേ വേണ്ട. വളരെ തീർത്ത് പറയുകയാണ്. എന്നിട്ട് താൻ പറയുന്നു, യാക്കോബിൽ തിന്മ കാണാനില്ല. നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്നത്? സംഖ്യാപുസ്തകം 20-21 അധ്യായം വരെ ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ള തിന്മ മാത്രമാണ് നമ്മൾ കണ്ടത്. അവരുടെ മത്സരവും അവരുടെ അനുസരണക്കേടും വിശ്വാസമില്ലായ്മയും പിറുപിറുപ്പും ഒക്കെ കണ്ട നമ്മോട് ഇപ്പോൾ ഈ ബലയാം പറയുന്നത് എന്താണ്? യാക്കോബിൽ തിന്മ കാണാനില്ല. പുറത്തു നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവരിൽ തിന്മ കാണാനില്ല. കാരണം ദൈവം ഇവരെ അനുഗ്രഹിച്ചിരിക്കുക. ഇവർ ദൈവത്തോട് മറുതലിക്കുന്ന ഒക്കെ ഉണ്ട് ശരിയാണെങ്കിലും ദൈവം ഇപ്പോഴും ഇവരുടെ കൂടെയാണ്. കാരണം ദൈവം ഇവരെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ദൈവം വാക്ക് മാറ്റുകയില്ല. രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. ഇവർക്കൊരു രാജാവില്ല എന്നോർക്കണം. ഈ ആളുകൾ വളരെ ക്രമമായി പാളയത്തിൽ താമസിക്കുന്നത് കണ്ടിട്ട് ഇവർക്കൊരു രാജാവോ അങ്ങനെ ഇവരെ നിയന്ത്രിക്കുന്ന ഒരാളോ ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം ബാലാക്കൊരു രാജാവല്ലേ. ബാലാക്കിൻ്റെ നാട്ടിലുള്ള ആളുകളെ ഇത്ര അച്ചടക്കത്തോടെ ഡിസിപ്ലിൻഡായിട്ട് താമസിപ്പിക്കാൻ ബാലാക്കിന് സാധിക്കുമോ? മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായി പാളയമടിച്ച് താമസിക്കുന്ന ഇസ്രായേൽ മക്കൾ, അവരെ കണ്ടിട്ട് ബലയാം പറയുന്നു, രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. ദൈവമാണ് ഇവരെ കൊണ്ടുവന്നത്. മാത്രമല്ല ഇവർക്ക് ദൈവം ശക്തിയും കൊടുത്തിട്ടുണ്ട്. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. അക്കാലത്ത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തിയുള്ള മൃഗമാണ് കാട്ടുപോത്ത്. കാട്ടുപോത്തിന് തക്ക ബലം ഇവരെ ദൈവം ശക്തീകരിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ഇത് ഒരുപക്ഷെ നമുക്കൊക്കെ വളരെ പരിചയമുള്ളൊരു വാക്യമായിരിക്കും. ബലയാം പറയുന്നത് ആഭിചാരമില്ല, ലക്ഷണവിദ്യ ഇല്ല എന്നൊന്നും അയാൾ പറഞ്ഞിട്ടില്ല. നമുക്കും അറിയാം ഇതൊക്കെ ഉണ്ട്. ആഭിചാരം ചെയ്യുന്നവരുണ്ട്, ലക്ഷണവിദ്യ ചെയ്യുന്നവരുണ്ട്. ഇതിനൊക്കെ പലരുടെയും ജീവിതത്തിൽ ഫലവുമുണ്ട്. പലരെയും ഇതൊക്കെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുമുണ്ട്. പക്ഷേ ആഭിചാരം യാക്കോബിന് പറ്റില്ല. അത്രേ ഉള്ളൂ. ഇതാ വ്യത്യാസം. ആഭിചാരമുണ്ട്, ലക്ഷണവിദ്യയുണ്ട്, അതിന് പലതരത്തിലുള്ള അനന്തരഫലങ്ങളും ഉണ്ടെങ്കിലും ദൈവജനത്തിന് ഇത് ഫലിക്കില്ല. ഇത് പറഞ്ഞത് ഒരു ആഭിചാരക്കാരനായ ബലയാമാണ്. രാജാവിന് വേണ്ടി ആഭിചാരം ചെയ്യുന്നയാളാണ്. അയാൾ പറയാണ്, എൻ്റെ ഈ ആഭിചാരം പരിപാടികളൊക്കെ ഇവിടെ നിൽക്കും, ഇതിനപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കില്ല. ദൈവം തിരഞ്ഞെടുത്ത യാക്കോബിന് ഇത് ഫലിക്കില്ല. പല ദൈവമക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഈ കഷ്ടതയുടെ കാര്യം ആരോ ആഭിചാരം ചെയ്തതാണ്, കൂടോത്രം ചെയ്തതാണ്, തകിട് കുഴിച്ചിട്ടതാണ്. വെറുതെ മണ്ടത്തരം പറയരുത്. നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള യാതൊരു പരിപാടികളും നിങ്ങളുടെ മേൽ യാതൊരു ഫലവും ഉണ്ടാക്കില്ല. ആഭിചാരം യാക്കോബിന് ഫലിക്കില്ല, പറ്റുകയില്ല. ദൈവം അത് സമ്മതിക്കില്ല. പിന്നെ നമ്മൾ എന്തിനു വെറുതെ ഈ കാര്യത്തിൽ ഭയപ്പെടണം? അവർ ഇത്തരം കാര്യങ്ങളൊന്നും ഭയപ്പെടുന്നില്ല. അവിടെ പറയും 24-ാം വാക്യത്തിൽ, ഇതാ ജനം സിംഹിയെപ്പോലെ എഴുന്നേൽക്കും. ഞങ്ങൾക്കെതിരെ ആരാണ്ട് എന്തോ ചെയ്തിട്ടുണ്ടെന്നുള്ള ഭയത്തിലല്ല അവർ ജീവിക്കുന്നത്. സിംഹത്തിന് ഭയമില്ല. സിംഹം ആരെയും പേടിച്ചിട്ടല്ല എഴുന്നേൽക്കുന്നത്. അതുപോലെ സിംഹിയെപ്പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെപ്പോലെ തെളിഞ്ഞു നിൽക്കുന്നു. ഇവൻ ഇര പിടിച്ച് തിന്നാതെയും നീതന്മാരുടെ രക്തം കുടിക്കാതെയും കിടക്കും. എന്ന് വെച്ചാൽ ഇവർ വിജയം ഉറപ്പാണ്. നമ്മുടെ പരാജയത്തിന് വേണ്ടി ആളുകൾ ആഭിചാരം ചെയ്യുമ്പോൾ അവർക്കാണ് പരാജയം, അവർക്കാണ് ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്, അവർക്കാണ് ശാപം ഉണ്ടാകുന്നത്. ആഭിചാരം നമുക്കെതിരെ ചെയ്താൽ അത് നമുക്ക് വിജയമാണ്. കാരണം ദൈവമാണ് നമ്മെ സംരക്ഷിക്കുന്നത്, ദൈവമാണ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അവൻ്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും തെറ്റിപ്പോകില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ആഭിചാരത്തെയോ ലക്ഷണവിദ്യയോ ഭയപ്പെടരുത്. ഭയപ്പെടുന്നവർ അതിന് വശംവദരാകും, ആ വഴിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആഭിചാരത്തെയോ ലക്ഷണവിദ്യയോ നമ്മൾ ഭയപ്പെടരുത്, ആ വഴിക്ക് പോവുകയും അരുത്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.